ഈ ഇടയായിട്ട് എനിക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഒന്നാമത് കല്യാണം എടുത്തത് കൊണ്ട് തന്നെ ഓരോരോ ഷോപ്പിംഗ് ആയിട്ട് ഓരോ ദിവസം അങ്ങനെ പോകും. പിന്നെ എൻ്റെ ഫോണിൽ നല്ല രീതിക്ക് സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ഓൾറെഡി കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പെൻഡിങ്ങിൽ കിടക്കുവാണ്. അപ്പോൾ രാവിലെ തന്നെ മേമായും കുഞ്ഞാവയും കൂടെ വന്നു കേട്ടോ. അവർ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ കല്യാണത്തിന് പോകും. നിങ്ങൾ ആരെങ്കിലും തുണിമല കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ? ഇന്നലെ ഒരു ദിവസം പരിപാടിക്ക് പോയിട്ട് അലക്കാനുള്ള ഡ്രസ്സാണ് ഇതൊക്കെ. രാവിലെ നിന്ന് ഇരിഞ്ഞ് ഒരുപാട് സമയമൊന്നും ഞാൻ കളഞ്ഞില്ല കേട്ടോ. കാരണം എനിക്ക് ഉച്ചക്കത്തെ ബസ്സിന് നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകണം. കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ ചെന്നിട്ട്. അപ്പോൾ ഉണങ്ങാത്ത തുണികളും കഴുകിയിട്ടതെല്ലാം കൂടെ ഞാൻ വെയിലത്തോട്ട് പിറക്കിയിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയാകുവാണ്. ഇവിടുന്ന് ഡയറക്റ്റ് ബസ്സുണ്ട് കേട്ടോ. അതിനാണ് ഞാൻ മിക്കവാറും പോകുന്നത്. അതാകുമ്പം യാത്ര ഭയങ്കര സുഖമായിരിക്കും. ഇങ്ങനെ മാറി മാറി കയറണ്ട. ഞാൻ ബസ് ഇറങ്ങിയപ്പോൾ ഇവരവിടെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ എത്ര നേരമായി ഇവിടെ ഞാൻ ബസ് ഇറങ്ങുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വണ്ടൂർ പോയിട്ട് 1-2 കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ കല്യാണം റിലേറ്റഡ് ആയിട്ട് അസുവാക്കും അല്ലുവിനും ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അസുവാക്ക് ചെരുപ്പ് വാങ്ങണമായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം നേരെ വണ്ടൂർ പോയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നുള്ള ഇതിലാണ് ചെറിയത് വന്നത്. അപ്പം ഞാൻ ഉച്ച സമയത്തല്ലേ എത്തി. ഏകദേശം 2 മണിയായി. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. എനിക്കാണെങ്കിൽ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നല്ല സദ്യ എന്നും പറഞ്ഞ് ഈ ഒരു സദ്യക്കടയിലാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ട് അസുവാക്ക് അളവെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. സ്റ്റിച്ച് ചെയ്യാനുള്ള കടയിൽ ഞാനിങ്ങനെ പിൻട്രസ്റ്റിൽ 1-2 ഡിസൈനൊക്കെ നോക്കി വെച്ചിട്ട്, അതായത് 1-2 മോഡലൊക്കെ നോക്കിയിട്ടാണ് അല്ലുവിനും അസുവാക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് മെറ്റീരിയൽ എടുത്തിട്ട്. പിന്നെ അതേ അസുവാക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ കയറി. ഇവിടെ ആണെങ്കിൽ വലിയ കളക്ഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ എടുത്തത്. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ കുറേ ഒന്നും നോക്കി നിൽക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് അത് എടുത്തതാണ്. ആ കടയിൽ നിന്ന് ആ ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കാത്തതിനാണ് ആ പിണങ്ങി നിൽക്കുന്നത്. ബാക്കിലെന്താ ആരുടേതാ? എപ്പോൾ വാങ്ങി? നാളെ.